ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തോടൊപ്പമാണ്. മേലാറ്റൂർ പട്ടാമ്പി റോഡിൻ്റെ നിർമ്മാണം ഏകദേശം 4 വർഷമായി മുടങ്ങി കിടക്കുകയാണ്. ഏതാണ്ട് 140 കോടി രൂപ വകയിരുത്തിയിട്ടും നിർമ്മാണം എങ്ങും എത്തിയില്ല. ഇപ്പോൾ സുപ്രധാനമായ ഒരു വിവരം MLA നമ്മളെ അറിയിക്കുന്നുണ്ട്. നിലവിലെ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്ത് പുതിയൊരു കരാറുകാരനെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ച് 2025 ഡിസംബറോടുകൂടി നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഒരു യോഗത്തിലെ തീരുമാനം MLA നമ്മോട് അറിയിക്കുകയാണ്. നമ്മൾ ഒരുപാട് കാലമായി മാധ്യമപ്രവർത്തകരും പൊതുജനങ്ങളും ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് നമ്മളൊരു ഒരുമിച്ചുള്ള ഒരു വലിയ പ്രക്ഷോഭമാണ് യഥാർത്ഥത്തിൽ പട്ടാമ്പി റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നത്. ഇതിലെ ഏറ്റവും പ്രധാനമായൊരു വഴിത്തിരിവായി നിന്നത് കഴിഞ്ഞ ഒരു മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിങ്ങിൽ വെച്ച് നിലവിലുള്ള നമ്മുടെ കോൺട്രാക്ടറെ ടെർമിനേറ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. പക്ഷെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ആ കോൺട്രാക്ടർ പിരിഞ്ഞു പോകുന്നതിന് പകരം താൻ തന്നെ ആ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന മന്ത്രിയെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വീണ്ടും അവകാശവാദം ഉന്നയിക്കുകയും അതേ റോഡിൽ കുറച്ച് പണികൾ കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ആ സമയത്ത് നമ്മളും പരമാവധി ആളുകൾക്ക് ട്രാഫിക്കബിൾ ആവുന്ന സ്ഥലം തീരട്ടെ എന്ന നിലപാടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് തന്നെ ആ യോഗത്തിൽ വളരെ കൃത്യതയോടെ MLA എന്ന നിലയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കോൺട്രാക്ടറെ വെച്ച് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത്. ആ വസ്തുത അവസാനത്തെ അദ്ദേഹത്തിൻ്റെ വാഗ്ദത്വവും മന്ത്രിക്ക് നൽകിയ വാഗ്ദാനവും ലംഘിച്ചുകൊണ്ട് അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്തു. ഇന്നത്തെ മീറ്റിങ്ങിൽ നമ്മളൊരു തീരുമാനം അന്തിമമായി എടുത്തിരിക്കുന്നത് ഈ കോൺട്രാക്ടർ ടെർമിനേറ്റ് ചെയ്ത കോൺട്രാക്ടറുടെ എല്ലാ ഉപകരണങ്ങളടക്കം ഈ റോഡിൽ നിന്ന് മാറ്റി അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും റോഡിൽ അദ്ദേഹം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ്. കാരണം ഇനി അയാൾ വീണ്ടും ജനങ്ങളെയും ജനപ്രതിനിധികളെയും എല്ലാവരെയും വഞ്ചിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ പുലാമന്തോൾ മുതൽ നമുക്ക് മേലാറ്റൂർ വരെയുള്ള ഈ ഒരു റീച്ച് എടുത്ത് പരിശോധിച്ചാൽ 4 കിലോമീറ്ററോളം ഏതാണ്ട് ട്രാഫിക്കബിളായ കുറച്ച് സ്ഥലങ്ങൾ കൂടി നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നതിലപ്പുറത്ത് ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാൻ ഈ കോൺട്രാക്ടർക്ക് സാധിക്കുകയില്ല എന്ന ഉറച്ച ബോധ്യമുണ്ടായി. ഇന്ന് മന്ത്രിയുടെ ഓഫീസും ഇക്കാര്യത്തിൽ 100% ആ നിലപാടിലേക്ക് എത്തിച്ചേരുകയും നമ്മളിപ്പോൾ 3 തീരുമാനങ്ങളാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ പ്രധാനമായിട്ടും എടുത്തിട്ടുള്ളത്. ഒന്ന്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഈ റോഡിലെ 3 സ്ഥലങ്ങളാണുള്ളത്. 1 പുളിങ്കാവ്, 2 ചില്ലീസ് ജംഗ്ഷൻ, 3 മേലാറ്റൂരിലെ നമ്മുടെ റെയിൽവേ ഗേറ്റ് മുതൽ ഒലിപ്പുഴ വരെയുള്ള സ്ഥലം. ഇവിടെ ഒരു തരത്തിലും ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള വളരെ ബുദ്ധിമുട്ടേറിയ ദുർഘടമായൊരു സാഹചര്യമുള്ളത്. ഇന്നലെ ഞാനിപ്പോൾ വൈകുന്നേരം മേലാറ്റൂരിൽ പോയിരുന്നു. മേലാറ്റൂരിൽ റോഡ് തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ്. അവിടെ വലിയ ജനകീയ പ്രക്ഷോഭം ഉണ്ടായി. ആ ജനകീയ സമരത്തിൻ്റെ ഭാഗമായി KSTP ഉദ്യോഗസ്ഥരെ ഉപരോധിക്കുന്ന സമരം വരെ ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ജനങ്ങൾ രംഗത്തിറങ്ങുമെന്നുള്ളത് ബോധ്യപ്പെടുത്തിയ സാഹചര്യത്തിലാണ് KSTP ഇന്ന് ഒരു തീരുമാനമെടുത്തത്. ഈ 3 സ്ഥലം ഒരു മാസത്തിനുള്ളിൽ തന്നെ പാച്ച് വർക്ക് ചെയ്ത് ട്രാഫിക്കബിൾ ആക്കുക എന്നുള്ളത്. സെയിം ടൈം നമ്മൾ ഇതിൻ്റെ റിവൈസ്ഡ് എസ്റ്റിമേറ്റിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. എനിക്ക് പൊതുജനങ്ങളോട് പ്രധാനമായും പറയാനുള്ളത്, ഈ റോഡുമായി ബന്ധപ്പെട്ട നിരവധി അനോമിലീസ് നിലനിൽക്കുകയാണ്. ആ അനോമിലീസിലെ പ്രധാനപ്പെട്ട കാര്യം പല സ്ഥലങ്ങളിലും ഇപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം റോഡ് താഴെയാണ്, ഡ്രെയിനേജ് മുകളിലാണ്, വെള്ളം മുഴുവനും റോഡ് കെട്ടിക്കിടക്കുകയാണ്, എല്ലാം അശാസ്ത്രീയമായ നിർമ്മാണമാണ്. അപ്പോൾ ശരിക്കും ഈ കോൺട്രാക്ടറിൽ നിന്ന് പിഴ ഈടാക്കാനും കൂടി സർക്കാർ തയ്യാറാകണം എന്നുള്ള ഒരു ആവശ്യം കൂടി നമ്മൾ ഉന്നയിക്കുകയാണ്. അപ്പോൾ ഇത് എത്രയും വേഗം KSTPയോട് ഇപ്പോൾ ഞങ്ങൾ നിർദ്ദേശിച്ച കാര്യം, ഈ 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ, നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ 3 പോയിന്റുകളിൽ ഒരു മാസത്തിനകം പാച്ച് വർക്കും പ്രവൃത്തിയും ചെയ്യുന്നതോടൊപ്പം തന്നെ ജനങ്ങളെയും കൂടി കൂട്ടിച്ചേർത്ത് വേണം ഇനി റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ. അതിന് മാധ്യമങ്ങളും ഇടപെടണം, പൊതുജനങ്ങളും ഇടപെടണം, ജനപ്രതിനിധികളും ഇടപെടണം. കാരണം ഇനി നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു റോഡ് ഒരു കാരണവശാലും നമുക്ക് ഒരു കുറ്റമറ്റ രീതിയിലാകണമെന്ന ഉറപ്പ് നമുക്ക് വരുത്താൻ സാധിക്കണം. ഇപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ അനുഭവിച്ച ക്ലേശത്തിനും ബുദ്ധിമുട്ടിനും ഒരു കയ്യും കണക്കുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കോൺട്രാക്ടർ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. ഈ കോൺട്രാക്ടറിൽ നിന്ന് പിഴ ഈടാക്കാൻ സർക്കാർ തയ്യാറാകണം
എന്നൊരാവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ടൈം ലൈൻ, കഴിഞ്ഞ പ്രാവശ്യം നിശ്ചയിച്ച ടൈം ലൈൻ ഒരു കാരണവശാലും അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ നവംബർ 20 കൂടി തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് റോഡ് ട്രാഫിക്കബിൾ ആക്കി തീർക്കും എന്ന് പറഞ്ഞ വാക്ക് അവർക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഡിസംബറായി, ഡിസംബർ 20 ആകാൻ പോകുന്നു. ഒരു മാസം കഴിഞ്ഞിട്ടും ആ വാഗ്ദത്തം ഒന്നും പാലിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇനി അവരുമായിട്ടുള്ളൊരു കോംപ്രമൈസ് ചർച്ചയില്ല. അവരുമായിട്ടുള്ളത് പൂർണ്ണമായിട്ടും അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുകയാണ്. ഇനി എത്രയും വേഗം ഈ എസ്റ്റിമേറ്റിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ച് ഈ മാർച്ച് 31-നകം ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പുതിയ കോൺട്രാക്ടർക്ക് റോഡ് കൈമാറാൻ കഴിയണം എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിലെടുത്ത പ്രധാനമായ ഒരു തീരുമാനം. മാർച്ച് 31 കൂടി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കോൺട്രാക്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് 6 മാസം കൊണ്ട് ഈ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നും 2025 ഡിസംബറിൽ സമ്പൂർണ്ണമായും ഈ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കണമെന്നുമാണ് ഇന്നത്തെ യോഗത്തിലെടുത്തിട്ടുള്ള തീരുമാനം. ഇപ്പോൾ ഓൾറെഡി ഉദ്യോഗസ്ഥന്മാർ ഇന്ന് മുതൽ റിവൈസ്ഡ് എസ്റ്റിമേറ്റിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് മുതൽ ആരംഭിച്ചു. അപ്പോൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ASും TSും എത്രയും വേഗം കൊടുക്കാൻ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥന്മാരും ചേർന്ന മീറ്റിംഗാണ് ഇപ്പോൾ ചേർന്നത്. ചീഫ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു, KSTPയുടെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും PD അടക്കം ഉണ്ടായിരുന്നു. പിന്നെ മന്ത്രിയുടെ ഓഫീസിലെ PS അടക്കം പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ മീറ്റിംഗ് എന്ന് പറയുന്നത് ഇതിലൊരു ഫൈനൽ ഫുൾ സ്റ്റോപ്പ് ആയി കഴിഞ്ഞു. കാരണം നമുക്ക് എസ്റ്റിമേറ്റ് എടുക്കാനുള്ളൊരു സമയം, അത് ASും TSും ആവാനുള്ള സമയം, കോൺട്രാക്റ്റിംഗ് കമ്പനിക്ക് കൊടുക്കാനുള്ള സമയം, ഇത് മാർച്ച് 31 ഡെഡ് ലൈൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി മാർച്ച് 31-നകം ഒരു പുതിയ കോൺട്രാക്ടർ വരികയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ ഒരു മാസം കൂടി ടാറിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് നമുക്ക് അതിനു വേണ്ടി വിനിയോഗിക്കാം. പിന്നെ നമ്മുടെ മഴക്കാലത്തിനടുക്ക് ഈ ബ്രിഡ്ജിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞ് ഈ ഡിസംബറോട് കൂടി റോഡ്, ശരിക്കും പറഞ്ഞാൽ ഈ റോഡ് ടാറിങ് അല്ല പ്രശ്നം. വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.